എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ് വ്യവസായശാലകൾ പെരിയാറിലേക്ക് രാസമാലിന്യം ഒഴുക്കുന്നത്. 8 കമ്പനികൾക്ക് മാത്രമാണ് സംസ്കരിച്ച മാലിന്യം നിർദ്ദിഷ്ട അളവിൽ പെരിയാറിലേക്ക് ഒഴുക്കാനുള്ള അനുവാദമുള്ളത്. എന്നാൽ എല്ലാ ഫാക്ടറികളും നിർബാധം രാസമാലിന്യം ഒഴുക്കുകയാണ്. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇതിന് മൗനാനുവാദം നൽകുകയും ചെയ്യുന്നു. റിപ്പോർട്ടർ SIT അന്വേഷണം തുടരുന്നു. വിഷപ്പെരിയാർ. ഇത് ഫാക്ടറികളിൽ നിന്ന് രാസമാലിന്യം പെരിയാറിലേക്ക് ഒഴുക്കുന്ന അനധികൃത ഔട്ട്ലെറ്റുകളിൽ ഒന്നാണ്. ഇടയാർ, ഏലൂർ മേഖലകളിൽ പെരിയാറിന്റെ ഇരുഭാഗങ്ങളിലും ഇതുപോലെ നിരവധി അനധികൃത ഔട്ട്ലെറ്റുകൾ കാണാം. അപകടകാരികളായ രാസമാലിന്യങ്ങൾ ഇതിലൂടെ പുഴയിലേക്ക് ഒഴുകി വീഴുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ പുറകുവശം സൺറൈസ് എന്ന് പറയുന്ന ഒരു റബ്ബർ ഫാക്ടറി ഫ്ലെക്സിബിൾ ഹോസ് ഇട്ട് മണിക്കൂറുകളോളം അടിച്ച് നമ്മൾ കൈയോടെ പിടിച്ച് PCB ഏൽപ്പിച്ചിട്ടുള്ളതാണ്. അതിനപ്പുറത്തുള്ള CMRL എന്ന ഫാക്ടറിയുടെ സ്റ്റോം വാട്ടർ ഡിസ്ചാർജ് കൂടി നിരന്തരം ഒഴുകിക്കൊണ്ടിരുന്നത് ഒരു പ്രാവശ്യം കൈയോടെ പിടിച്ച് PCB ഉദ്യോഗസ്ഥർ സാന്നിധ്യത്തിന് പിടിച്ചു കൊടുത്തിട്ടുള്ളതാണ്. ഈ റിപ്പോർട്ടുകളെല്ലാം അട്ടിമറിക്കപ്പെടുകയും പരാതി പറയുന്ന ആളുകൾക്കെതിരെ കേസെടുക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് ഭരണ പിന്തുണയോടുകൂടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് കാണാൻ സാധിക്കുന്ന മാലിന്യക്കുഴലുകളാണ്. ഇതിലും എത്രയോ അധികമാണ് പുഴയുടെ താഴ്ത്തട്ടിലേക്ക് നേരെ മാലിന്യം ഒഴുക്കുന്ന ഔട്ട്ലെറ്റുകൾ. രാസമാലിന്യം ഒഴുക്കുന്നത് ഭയങ്കര പ്രതിഷേധം തന്നെ സംഗതി. എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ചില ഫാക്ടറികൾ ഈ പെരിയാറിനെ കാണുന്നത് അവരുടെ വേസ്റ്റ് തള്ളുന്ന ഒരു സ്ഥലമായിട്ടാണ്. അതുകൊണ്ട് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ കിണറുകളിലെ വെള്ളം എല്ലാം ഇപ്പോൾ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വ്യവസായശാലകളിൽ ഒന്നിൽ പോലും മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്ന് 2016 കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിശോധിച്ച് ദേശീയ ഹരിത ട്രിബ്യൂണലിന് റിപ്പോർട്ട് സമർപ്പിച്ചതാണ്. വർഷം 8 കഴിഞ്ഞിട്ടും ഒരു നടപടിയുമില്ല. ഇവിടെ പ്രവർത്തിക്കുന്ന ചെറുതും വലുതുമായ വ്യവസായശാലകളിൽ 8 എണ്ണത്തിന് മാത്രമാണ് സംസ്കരിച്ച വെള്ളം പുറത്തേക്ക് വിടാനുള്ള അനുമതി. എന്നാൽ നിയമമെല്ലാം കാറ്റിൽ പറത്തി വ്യവസായശാലകൾ മുഴുവൻ രാസമാലിന്യം ഇതുപോലെ പുറത്തേക്ക് തള്ളുന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡ് മാത്രം അറിയുന്നതേയില്ല. വീഡിയോ ജേർണലിസ്റ്റ് CP ബിജീഷിനൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ടീം SIT ഇൻ റിപ്പോർട്ടർ, കൊച്ചി.